നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് പ്യൂരിറ്റി ആണ്. ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് സോൾ ലെവലിൽ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കാൻ പോകുന്നുണ്ട് എന്നാണ്. ഇവിടെ ഭഗവാൻ നിങ്ങളുടെ ചിന്ത, അതുപോലെ പ്രവൃത്തി, വാക്കുകൾ എല്ലാം തന്നെ ഹയർ സ്പിരിച്വൽ ട്രൂത്തുമായി അലൈൻ ആകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി പരിശുദ്ധമാക്കാനും അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹങ്ങളും സഹായങ്ങളും വരാനും നിങ്ങളുടെ സോൾ ഗ്രോത്തിന് ഉതകുന്ന തരത്തിലുള്ള ആളുകളുമായി കണക്റ്റ് ആകാനും ഇത് സഹായിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്തത് എറ്റേണൽ ബോണ്ടാണ്. ജന്മജന്മാന്തരങ്ങൾക്ക് അതീതമായി നിലനിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഭഗവാനുമായിട്ടുള്ള ആത്മബന്ധം. അത് പൊട്ടിച്ചെറിയാൻ കഴിയുന്നതല്ല, ശാശ്വതമായ ഒന്നാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അടുത്ത മെസ്സേജ് ദ ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ്. അടുത്തത് ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനായി സോൾ ഫാമിലിയിലുള്ള സോൾ കോൺട്രാക്റ്റ് എടുത്തിട്ട് വന്നിട്ടുള്ളവരെ നിങ്ങൾക്ക് ഭഗവാൻ ഈ സമയത്ത് കണക്റ്റാക്കി തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തതായി ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ ഹീല് ചെയ്യുന്നതിനും നിങ്ങൾക്ക് വഴികാട്ടിയാകുന്നതിനും ഇവർ സഹായിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. ഇതൊരു മെൻറ്റർ ആകാം, നിങ്ങളുടെ ഒരു വെൽവിഷർ ആകാം, എന്താണേലും ഒരു സപ്പോർട്ട്, ഒരു സോൾ ഫാമിലി സപ്പോർട്ട് നിങ്ങളിലോട്ട് ലഭ്യമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്ത മെസ്സേജ് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ ആണ്. നിങ്ങളെ സഹായിക്കാൻ ഭഗവാനും ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടവരും നിങ്ങളുടെ ലൈഫിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. ഭഗവാൻ നിങ്ങൾക്ക് ഗൈഡൻസും അതുപോലെ പ്രൊട്ടക്ഷനും ക്ലാരിറ്റിയും എല്ലാം തരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളിതെല്ലാം സ്വീകരിക്കാനായി നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ആക്കുക, സ്വീകർത്താവുക എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്. ഹെൽപ്പ് നിങ്ങൾക്ക് പല വഴികളിലൂടെ ലഭ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അടുത്തത് ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ് എന്നുള്ളതാണ് അടുത്ത കാർഡ്. ഇവിടെയും സഹായത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം ചുമക്കുന്നത് ഒഴിവാക്കി ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സഹായത്തിന് അഭ്യർത്ഥിക്കുക എന്നുള്ളത് മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. ഇത് നിങ്ങളുടെ ബ്ലോക്കേജസ് മാറ്റാനും ലൈഫിൽ മിറാക്കിൾസ് ഉണ്ടാക്കാനും സഹായിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത്. നിങ്ങളുടെ വിശ്വാസത്തോടെ ഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കുക. ഉറപ്പായും ഭഗവാൻ സഹായം തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത്. നിങ്ങളെ വിശ്വാസത്തോടെ ഭഗവാനെ വിളിക്കുക. നിങ്ങളുടെ ചുമതലകളൊക്കെ ഒന്ന് ഭഗവാനിലോട്ട് സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. വിശ്വാസത്തോടെ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കാനാണ് ഇവിടെ മെസ്സേജ് തരുന്നത്. അടുത്തത് ഗീത ഡെക്ക് എന്നുള്ള കാർഡ് റെയർ സോളാണ്. 1000-ൽ ഒരാൾ മാത്രമാണ് ഭഗവാനെ തിരിച്ചറിയുന്നതും ഭഗവാന്റെ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നതും. ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ആ 1000-ൽ ഒരാളാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടതായി വരാം. അത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ യാത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ക്ഷമയോടെ നിങ്ങൾ മുന്നോട്ട് പോകാനും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങളെ ഭഗവാൻ നയിക്കുന്നതാണ് എന്നുള്ളൊരു ഉറപ്പും കൂടെ ഇവിടെ തരുന്നുണ്ട്. അടുത്തത് റെസിപ്രൊക്കേഷൻ ആണ്. നിങ്ങൾ ഭഗവാനിൽ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അതുപോലെ നിങ്ങൾ എത്രത്തോളം ഭഗവാനിൽ സറണ്ടർ ചെയ്യുന്നുവോ, ആത്മാർത്ഥമായി ഭഗവാനെ സ്നേഹിക്കുന്നുവോ അത്രയേറെ മിറാക്കിൾസ് ആണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്തോടെ എന്നാണ് ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉടൻ തന്നെ വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്.
ഭഗവാൻ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ട്. ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് മിറാക്കിൾസ് വരുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക എന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അടുത്തത് പ്രൊട്ടക്ഷൻ ആണ്. ഭഗവാൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത മെസ്സേജ്. നിങ്ങളെ ഫിസിക്കലി, ഇമോഷണലി, സ്പിരിച്വലി ഒക്കെ ഭഗവാൻ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ തരുന്നുണ്ട്, മെസ്സേജ് തരുന്നുണ്ട്. എന്തൊക്കെ നെഗറ്റീവ് സാഹചര്യങ്ങൾ നിങ്ങളിലോട്ട് വന്നാലും, നിങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നാലും അതൊന്നും നിങ്ങളെ തകർക്കുകയില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. കാരണം അത്രയേറെ പ്രൊട്ടക്ഷൻ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്നും നഷ്ടപ്പെട്ട് പോയ വ്യക്തികളായിരുന്നാലും എന്താണേലും, എന്ത് സാഹചര്യങ്ങളാണെങ്കിലും അത് നിങ്ങളുടെ നന്മയ്ക്കുള്ളതല്ല, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നിങ്ങൾക്കായി ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജ്. അപ്പോൾ നിങ്ങളുടെ സോള് പ്യുവർ ആകുന്നുണ്ട്. നിങ്ങളും ഭഗവാനുമായിട്ടുള്ള ആ ബോണ്ടിങ് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളതാണ്. അത് ഒന്നിനും ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ നിങ്ങളുടെ സോൾ ഫാമിലിയിലുള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഭഗവാൻ അയക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക. അതൊരു മെൻറ്ററായിട്ടോ, നിങ്ങളുടെ വെൽവിഷറായിട്ടോ, നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ രൂപത്തിലോ നിങ്ങൾക്കൊരു സഹായം തരുന്നതാണ്. പിന്നെ നിങ്ങൾ ചുമക്കുന്ന അധിക ഭാരങ്ങളെല്ലാം അതിനൊക്കെ ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കാനായി ഭഗവാനോട് അഭ്യർത്ഥിക്കുക. അപ്പോൾ ഭഗവാൻ ഉറപ്പായും നിങ്ങളോട്ട് സഹായം തരുന്നതാണ് എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളുടെ സോള് 1000-ൽ ഒരാൾക്ക് മാത്രം ലഭ്യമാകുന്ന ഒരു സോളാണ് എന്നുള്ളൊരു മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഭഗവാനെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടോ, സറണ്ടർ ചെയ്യുന്നുണ്ടോ, അത്രത്തോളം ഭഗവാൻ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് തരും എന്നുള്ളൊരു മെസ്സേജും തരുന്നുണ്ട്. ലാസ്റ്റ് വൺ പ്രൊട്ടക്ഷൻ ആണ്. നിങ്ങളെ ഭഗവാൻ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. എന്ത് നെഗറ്റീവ് സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിരുന്നാലും അത് ഭഗവാൻ തട്ടിമാറ്റി ചെറിയ രീതിയിൽ നിങ്ങളെ അതിൽ നിന്നെല്ലാം ഒഴിവാക്കി കൊണ്ടുപോകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജൊക്കെയാണ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ അത്രയേറെ ഭഗവാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അത്രയും പ്യുവറായിട്ടുള്ള സോൾ തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇന്നിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഭഗവാനെ പൂർണ്ണമായും വിശ്വസിക്കുക, ഭഗവാനിൽ സറണ്ടർ ചെയ്യുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ അറിയുക കേട്ടോ. അപ്പോൾ നമസ്കാരം. താങ്ക് യു.